എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ യൂട്യൂബിലേക്ക് സ്വാഗതം. ഏഞ്ചൽ ഫുഡി എന്നാണ് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിൻ്റെ പേര്. നിങ്ങളെല്ലാവരും കാണണേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു തനി നാടൻ ഒരു മീൻകറിയാണ് കേട്ടോ. നിങ്ങളാരും ചിലപ്പോൾ ഈ മോഡൽ മീൻകറി കണ്ടിട്ടുണ്ടാവില്ല. കോഴിക്കോടൻ സ്റ്റൈലിൽ ഒരു തനി നാടൻ മീൻകറി നമുക്കൊന്ന് നോക്കാം. അപ്പം ഇന്ന് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ടേ. കഷ്ണമീനാണ് കേട്ടോ. പിന്നെ കൊടംപുളി, വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില, പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയുള്ളി, അത് കടുക് പൊട്ടിക്കാനാണ്. പിന്നെ മുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാവേ. മീൻകറി ഉണ്ടാക്കാൻ ഞാനൊരു മൺചട്ടിയാട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം നമുക്ക് മുളക് പൊടി ഇടാം. നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി എടുക്കണം കേട്ടോ. ഞാൻ എൻ്റെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒരു കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുവാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഉടയ്ക്കണം. അപ്പോൾ ഇതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മുളക് പൊടിയും ഒക്കെ ഇട്ട് ഇനി ഉപ്പിടണം, കുടംപുളി ഇടണം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിടണം. കുറച്ച് കരിയാപ്പില അധികം ഇടുന്നുണ്ട് കേട്ടോ. ഇനി കുടംപുളി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് നോക്കിയിട്ടിടണം. നമ്മളിപ്പോൾ കുറച്ചിടുവാണ്. പിന്നെ ഉപ്പ് തിളച്ച് മീനൊക്കെ ഇട്ട് തിളച്ച് വെന്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെയും ചേർക്കാം. ഇത് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മീൻ ഇടുന്നത് കേട്ടോ. അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. നമുക്കൊരു അടപ്പ് വെച്ച് ഇത് അടച്ചു വെക്കാവേ. ഇതൊന്ന് തിളച്ച് വരട്ടെ. പെട്ടെന്ന് തിളയ്ക്കാനും നല്ലതല്ലേ അടച്ചു വെക്കുന്നത്. നമുക്കിത് തിളച്ചിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാവേ. അപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മീൻ അതിലേക്ക് ഇടുവാണ് കേട്ടോ. ഇത് 1/2 കിലോ മീനുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യത്തിനാണ് മുളക് പൊടി ഇടുന്നത്. ഞാൻ ഇച്ചിരി എരിവൊക്കെ ഇടുന്ന കൂട്ടത്തിലാണ്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള, നിങ്ങളുടെ പാകത്തിനുള്ള എരിവ് ഇടണം കേട്ടോ. ഇനി ഇത് അടച്ചു വെക്കാം. ഒന്നും കൂടെ തിളക്കട്ടെ. ഇനി ഇത് തവി വെച്ച് തിളയ്ക്കാതെ ഇളക്കരുത്, അപ്പം മീൻ പൊടിഞ്ഞു പോവേ. അപ്പോൾ നമുക്കിതിൻ്റെ മൂടെ ഒന്ന് തുറന്ന് നോക്കാതെ നമുക്ക് മീൻകറിയൊക്കെ പറ്റി കുറുകിയിട്ടുണ്ട്. ഞാൻ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. നല്ല എരിവൊക്കെ ഉണ്ട്. പുളിയൊക്കെ പോയിട്ടുണ്ട്. ഒരു ശകലം കൂടെ ഉപ്പ് ചേർക്കണം. മീൻകറി അതിന് ഇളക്കണ്ട. ഒത്തിരി ഇളക്കി കഴിയുമ്പോൾ മീൻ പൊടിഞ്ഞു പോകും. ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി തേങ്ങാപ്പാൽ ചേർക്കുവാണ്. ഒത്തിരി എരിവ് കൂടിപ്പോയതുകൊണ്ട് ചേർക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത് മതി. ഇപ്പം ഇത് ഇരുന്ന് ഒന്നും കൂടെ പറ്റും. എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ചേർക്കാവേ. എണ്ണ കടുക് പൊട്ടിച്ച് ചേർക്കാം. അപ്പോൾ എണ്ണ ഒഴിക്കുകയാണേ. കടുക് പൊട്ടിക്കാൻ കുറച്ച് എണ്ണ, ഒത്തിരി എണ്ണയൊന്നും വേണ്ട. കടുക്,
ഈ ഒരു നുള്ളുലുവ കേട്ടോ. ഇതിലേക്ക് ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരണം. ഇതായപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് മീൻകറിയിലോട്ട് ഒഴിക്കാം. അടപ്പ് തുറന്ന് നമ്മുടെ മീൻകറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ? ഇതിലേക്ക് ഒഴിക്കണം. നല്ല മണം. നല്ല മണമുണ്ട്. ഈ കടുകൊക്കെ പൊട്ടിച്ചൊഴിച്ച് നല്ല മണം വരുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കുഞ്ഞു മോളുണ്ട് എനിക്ക്. അവള് ബഹളം ഉണ്ടാക്കിയതാട്ടോ നിങ്ങൾ കേട്ടത്. ചിലപ്പോൾ ഒന്നും തോന്നല്ലേ, സൗണ്ട് ഒത്തിരി ഉണ്ടാക്കിയല്ലേ. അപ്പം നമുക്ക് ഈ മീൻകറി കുറച്ച് ചോറൊക്കെ എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പം ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. അപ്പം അത് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. മീൻകറിയും ചോറും കൂടെ കുറച്ച് ചാറൊഴിച്ച് ടേസ്റ്റ് നോക്കാവേ. ചൂടാ, ഭയങ്കര ചൂട്. സൂപ്പർ, അടിപൊളി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണേ.